മക്കളെ, SSLC ബയോളജിയിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ് നമ്മൾ പഠിച്ചു തുടങ്ങിയില്ലേ. അതിൽ DNA എന്താണ് ന്യൂക്ലിയോസോം എന്നും എങ്ങനെയാണ് സെല്ലിൽ നിന്നും ഒരു ക്രോമസോം രൂപപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സെല്ല്, നമ്മുടെ ശരീരത്തിൽ ഏകദേശം ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. അതിൽ ഓരോ സെല്ലിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയും നൂല് പോലെ ചുറ്റിക്കടക്കപ്പെടുന്ന ഈ DNA കണ്ടൻസ് ചെയ്യുമ്പോഴാണ് ക്രോമസോമായി മാറുന്നത്. എങ്ങനെ കണ്ടൻസ് ചെയ്യുന്നതെന്ന് നമ്മളൊരു വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസം ലൈവിൽ കണ്ടതാണ്. ഈ പറയുന്ന ഹിസ്റ്റോൺ എന്ന പ്രോട്ടീൻസും അതുപോലെ 8 രൂപപ്പെട്ട് ഹിസ്റ്റോൺ ഒക്ടോമർ ആവുന്നു. അത് DNA വൈൻഡ് ചെയ്ത് വരുമ്പോഴാണ് ന്യൂക്ലിയോസോം ആവുന്നത്. ആ ന്യൂക്ലിയോസോം വീണ്ടും കോയിൽ ചെയ്ത് സൂപ്പർ കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാണുന്ന ക്രോമസോമായി മാറുന്നത്. നമ്മുടെ ശരീരത്തിൽ എത്ര ക്രോമസോംസ് ആണുള്ളത്? നമ്മുടെ ഓരോ ശരീരത്തിലെയും ഓരോ സെല്ലിലും നമുക്ക് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. ഈ 46 ക്രോമസോംസിനെ നമ്മൾ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇതിൽ സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളും ഉണ്ട്. അതുപോലെ തന്നെ സെക്സ് ക്രോമസോമുകൾ, ലിംഗനിർണ്ണയ ക്രോമസോമുകളും ഉണ്ട്. ഈ 44 എണ്ണം, അതായത് 46 ടോട്ടൽ ഉള്ളത്. അതിൽ 44 എണ്ണമാണ് നമ്മുടെ സൊമാറ്റിക് ക്രോമസോം. ഇവരാണ് നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, സ്വഭാവ ഗുണങ്ങൾ, അതായത് നമ്മുടെ മുടിയുടെ നിറം, നമ്മുടെ സ്കിന്നിന്റെ കളർ, നമ്മുടെ ലെൻസ്, കണ്ണിന്റെ നിറം, അതുപോലെ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, നമ്മുടെ ബോഡി ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന സൊമാറ്റിക് ക്രോമസോംസ് ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് മിസ് പറഞ്ഞ XY ക്രോമസോംസ് അല്ലെങ്കിൽ XX ക്രോമസോം എന്ന് പറയുന്നത് നമ്മുടെ സെക്സ് ക്രോമസോം, ലിംഗനിർണ്ണയ ക്രോമസോമുകൾ. അപ്പം നമ്മുടെ ശരീരത്തിലെ, അതായത് സെക്സ് ആണ് നമ്മുടെ ബോയ് അല്ലെങ്കിൽ ഗേൾ അല്ലെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് സെക്ഷൽ ഡിഫറൻസ് ആണ്. ബാക്കി എല്ലാ ഫിസിക്കൽ ഫീച്ചേഴ്സും രണ്ടാൾക്കും ഒരേപോലെയാണ്. അപ്പോൾ ഈ ലിംഗനിർണ്ണയം അല്ലെങ്കിൽ സെക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ക്രോമസോംസ് ആണ് XX അതുപോലെ XY ക്രോമസോം എന്ന് പറയുന്നത്. ഈ ലിംഗനിർണ്ണയ ക്രോമസോമുകൾ ആൺകുട്ടികളിലാണ് എങ്കിൽ നമുക്ക് XY ക്രോമസോമിനെയാണ് കാണാൻ സാധിക്കുക. പെൺകുട്ടികളിലാണെങ്കിൽ XX ക്രോമസോമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ രണ്ട് വ്യത്യാസവും മനസ്സിലാക്കി വെക്കുക. ഈ ക്രോമസോം ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് ലൈവിലാണ് പഠിക്കുന്നത്. അതിന് നിങ്ങൾ എല്ലാവരും നമ്മുടെ അസ്ത്ര ബാച്ചിലേക്ക് പോരെ. അസ്ത്ര ബാച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലൈവിൽ ഓരോ കോൺസെപ്റ്റും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും, അതായത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും DPPസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. അപ്പം മിസ്സാക്കരുത്. സോ വേഗം തന്നെ അസ്ത്ര ബാച്ചിലേക്ക് വരിക. കൂടുതൽ കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.